ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ഫാർമ ഫ്രണ്ട്. നിത്യേനെ നാം കഴിക്കുന്ന മരുന്നുകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, പാർശ്വഫലങ്ങൾ, കഴിക്കേണ്ടുന്ന രീതികൾ തുടങ്ങി മരുന്നുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് സാധാരണയായി ഉപയോഗിക്കാറുള്ള പാരസിറ്റാമോൾ എന്ന മരുന്നിനെക്കുറിച്ചാണ്. പാരസിറ്റാമോൾ എന്ന മരുന്ന് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് അഥവാ NSAIDs ഓർ നോൺ ഒപ്പിയോയിഡ് അനൽജസിക് ആൻഡ് ആൻറ്റിപൈററ്റിക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. പാരസിറ്റാമോൾ, അസിറ്റമിനോഫിൻ എന്നീ പൊതുനാമങ്ങളിൽ അറിയപ്പെടുന്ന ഈ മരുന്നിൻ്റെ രാസനാമം N4-ഹൈഡ്രോക്സിഫിനൈൽ അസിറ്റമൈഡ് എന്നാണ്. ക്രോസിൻ, കാൾപോൾ, ഡോളോ, ഫെപ്പാനിൽ തുടങ്ങി വിവിധ ബ്രാൻഡുകൾ ഇത് ലഭ്യമാണ്. സാധാരണയായി ഈ മരുന്ന് ഗുളികകൾ, സിറപ്പുകൾ, ഇഞ്ചക്ഷനുകൾ, സപ്പോസിറ്ററികൾ തുടങ്ങി വിവിധ രൂപങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. അടുത്തതായി ഈ മരുന്നിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. പ്രായപൂർത്തിയായ വ്യക്തികൾ അഥവാ അഡൽട്ട് അല്ലെങ്കിൽ ശരീരഭാരം 40 kg കിലോഗ്രാമിൽ കൂടുതലുള്ളവർക്ക് 500 മുതൽ 1000 മില്ലിഗ്രാം വരെ 6 മണിക്കൂർ ഇടവിട്ട് നൽകാറുണ്ട്. എന്നാൽ മുതിർന്നവർക്ക് ഒരു ദിവസം കഴിക്കാവുന്ന പരമാവധി മരുന്നിൻ്റെ അളവ് 4 ഗ്രാം മാത്രമാണ്. കുട്ടികളിൽ സാധാരണയായി എല്ലാ മരുന്നുകളും അവരുടെ ശരീരഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അളവ് നിശ്ചയിക്കുന്നത്. 1 കിലോഗ്രാം ഭാരത്തിന് 10 മുതൽ 15 മില്ലിഗ്രാം വരെ 4 മുതൽ 6 മണിക്കൂർ ഇടവിട്ട് നൽകാറുണ്ട്. അതായത് 10 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിക്ക് ഏകദേശം 125 മില്ലിഗ്രാമിൻ്റെ സിറപ്പിൻ്റെ 5 മുതൽ 8 മില്ലി വരെ 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ പരമാവധി 1 കിലോഗ്രാം ശരീരഭാരത്തിന് ഒരു ദിവസം 60 മില്ലിഗ്രാം മരുന്നേ കുട്ടികൾക്ക് പാടുള്ളൂ. ഉദാഹരണത്തിന് 10 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിക്ക് ഒരു ദിവസം പരമാവധി 600 മില്ലിഗ്രാം പാരസിറ്റാമോൾ മരുന്നേ സുരക്ഷിതമായി നൽകാൻ കഴിയുകയുള്ളെന്ന് ചുരുക്കം. അടുത്തതായി പാരസിറ്റാമോളിൻ്റെ മറ്റൊരു രൂപമാണ് പാരസിറ്റാമോൾ സപ്പോസിറ്ററി. ഇത് റെക്ടൽ റൂട്ട് അഥവാ മലദ്വാരം വഴിയാണ് നൽകുന്നത്. ഇത് പല അളവിൽ ലഭ്യമാണ്. സാധാരണയായി കുട്ടികൾക്കും മരുന്ന് വായിലൂടെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ചൂട് കൂടി ബോധക്ഷയം വരുന്നവർക്കും മറ്റും ഇത് നൽകുന്നു. അതുപോലെ തന്നെയാണ് ഇഞ്ചക്ഷനുകളും. ഇനി പാരസിറ്റാമോളിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സാധാരണയായി തലവേദന, പല്ലുവേദന, ശരീരം വേദന, സ്ത്രീകൾക്ക് മാസമുറ സമയങ്ങളുണ്ടാകുന്ന വേദന ഡിസ്മനോറിയ എന്ന പേരിൽ അറിയപ്പെടും. ഇത് അൾസറുള്ള രോഗികൾക്കും ആസ്മ രോഗികൾക്കും സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വേദന സംഹാരിയാണ്. ഇനി സാധാരണയായി കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കാനം, ഛർദി, ചെറിയ തോതിൽ ശരീരത്തിൽ ചൊറിച്ചിൽ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. ഗുരുതരമായ പാർശ്വഫലങ്ങൾ അധിക ഡോസ് കഴിച്ചാൽ, അതായത് ഏകദേശം 7 ഗ്രാമിൽ കൂടുതൽ കഴിച്ചാൽ കരളിനെ സാരമായി ബാധിക്കുകയും അത് ലിവർ സിറോസിസിന് കാരണമാകുകയും ചെയ്യാം. മാത്രവുമല്ല വൃക്കകൾ അത് തകരാറിലാക്കിയേക്കാം. പാരസിറ്റാമോൾ ഡോസ് അധികമായാൽ സാധാരണയായി ആൻറ്റിഡോട്ട് മറുമരുന്ന് എന്ന് നാം പറയുന്നത് നൽകുന്നത് N-അസറ്റൈൽസിസ്റ്റീൻ എന്ന മരുന്നാണ്. ഇനി പാരസിറ്റാമോൾ മറ്റു മരുന്നുകളും ഭക്ഷണവുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. പാരസിറ്റാമോളും മദ്യവും ഒരേ സമയം കഴിക്കരുത്. അത് കരൾ കൂടുതൽ തകരാറിലാക്കും. TB രോഗത്തിന് കഴിക്കുന്ന റിഫാംപിസിൻ്റെ കൂടെ പാരസിറ്റാമോൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വാർഫാറിൻ എന്ന മരുന്നിനൊപ്പം ഇത് കഴിക്കരുത്. കാരണം ബ്ലീഡിങ് കൂടുതലാക്കിയേക്കാം. ഇതിൻ്റെ അവസാന പുറന്തള്ളൽ വൃക്കകളിലൂടെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നിൻ്റെ ഉപയോഗം, പാർശ്വഫലങ്ങൾ എന്നിവയെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മരുന്നുകളെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. നന്ദി.